ഞാനിപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എൻ്റെ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു സതുപദേശം, സാരോപദേശം നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. അതായത് ഇന്ന് ഏകദേശം 8 മണി സമയം. ഞാൻ സേവനം ചെയ്യപ്പെടുന്നതായ പള്ളിയിൽ ഞാൻ മാത്രമായി ഉപയോഗിക്കുന്ന എൻ്റെ റൂം പതിവ് പോലെ തന്നെ എൻ്റെ സ്വന്തം കൈകൊണ്ട് പൂട്ടിയിട്ടാണ് ഞാൻ പുറത്തു പോയത്. തിരികെ വന്നപ്പോൾ കാണുന്നതായ കാഴ്ച, ഞാൻ പൂട്ടിയ പൂട്ട് അത് പൊളിഞ്ഞിരിക്കുന്നു, കതക് ആരോ കുത്തി തുറന്നിരിക്കുന്നു. അകത്ത് എൻ്റെ റൂമിനകത്ത് ഞാൻ ഭദ്രമായി വെച്ചിരുന്ന പേഴ്സ്, പണം, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഇതൊക്കെ കളവ് പോയിരിക്കുന്നു. അഥവാ കള്ളൻ കയറിയിരിക്കുന്നു എന്ന് സാരം. പക്ഷേ ഇന്ന് എൻ്റെ റൂമിൽ കയറിയ കള്ളൻ എനിക്ക് 3 നസീഹത്ത് തന്നിട്ടാണ് പോയത്. ആ നസീഹത്താണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സാരോപദേശം. ഒന്നാമത്തത് ദുനിയാവ് പരീക്ഷണമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പണം പോയപ്പോൾ സ്വാഭാവികമായി ആദ്യം എനിക്ക് വിഷമം തോന്നി. പിന്നെ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഓർത്തപ്പോൾ എൻ്റെ വിഷമം മാറി. സമ്പത്തും സന്താനങ്ങളും തീർച്ചയായിട്ടും ഒരു പരീക്ഷണം മാത്രമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സുവ്യക്തമായി തന്നെ പറയുന്നതാണ്. അതെ, അള്ളാഹുവാണ് എനിക്ക് ഇതൊക്കെ തന്നത്, അവൻ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്, ഞാൻ അങ്ങനെ ഈമാൻ കൊള്ളുന്നു. പക്ഷേ എൻ്റെ ഈമാനും നിങ്ങളുടെ സ്നേഹവും അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സമ്പത്ത്. അതുപോലെ ആ കള്ളനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, സൂക്ഷ്മത ഈമാനിന്റെ ഭാഗമാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചു, ഞാൻ റൂം പൂട്ടിയിട്ടല്ലേ പോയത്, പിന്നെ എങ്ങനെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ദൂതരെ, ഞാൻ എൻ്റെ ഒട്ടകത്തെ അഴിച്ചിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ, അതിനെ ബന്ധൂസാക്കി വിട്ടിട്ട് ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി ഭരമേൽപ്പിക്കട്ടെ. നബി പറഞ്ഞു, ആദ്യം നീ നിന്റെ ഒട്ടകത്തെ കെട്ടിയിടുക, അതിനുശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ സാരാംശം, അതായത് ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. നാം നമ്മുടേതായ ജോലികൾ എന്താണെങ്കിലും നാം അത് കൃത്യമായി കൊണ്ട് ചെയ്യണം. റൂം പൂട്ടണം, സാധനങ്ങൾ സൂക്ഷിക്കണം, അത് ചെയ്യണം. അതിനുശേഷം അള്ളാഹുവിനോട് നമ്മൾ തവക്കുലാക്കണം. യാ അള്ളാഹ്, നീ സംരക്ഷണം നൽകണേ, അള്ളാഹുവിനോട് തവക്കുലാക്കണം. അതാണ് തവക്കുൽ. പൂട്ടാതെ അള്ളാഹു തആല നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ അത് ഭദ്രമായി സൂക്ഷിക്കാതെ അള്ളാഹു തആല കാത്തോളും എന്ന് പറഞ്ഞാൽ അതിന് തവക്കുലല്ല, മറിച്ച് അലംഭാവം എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. മൂന്നാമതായിക്കൊണ്ട് ആ കള്ളനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, രേഖകൾക്ക് വിലയുണ്ട്. സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. എനിക്ക് നഷ്ടപ്പെട്ടത് പണത്തെക്കാളും വലുതാണ് എൻ്റെ ഐഡന്റിറ്റി കാർഡ്, എൻ്റെ പാൻ കാർഡ്, എൻ്റെ ലൈസൻസ്. ഇതൊക്കെ മറ്റൊരാൾക്ക് കിട്ടിയാൽ, ഒരു മോശം പ്രവർത്തനം ചെയ്യപ്പെടുന്ന ഒരാളുടെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ എൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറ്റം ചെയ്യാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒറിജിനൽ നാം കൊണ്ടു നടക്കരുത്. ജോലി സ്ഥലങ്ങളിലോ മറ്റോ പേഴ്സിലൊന്നും വെച്ചോ കൊണ്ട് നടക്കരുത്, മറിച്ച് സിറാക്സോ കോപ്പിയോ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തോ ഒക്കെ വെക്കുക. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സഹോദരങ്ങളെ, എൻ്റെ നഷ്ടം പോട്ടെ, എനിക്ക് സംഭവിച്ച നഷ്ടം പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇത് പറയുന്നത് നിങ്ങൾക്കിതൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് അല്ലാഹുവിനോട് ദുആയിലക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ മുതലിനെയും നമ്മുടെ ഹൃദയത്തിലെ ഈമാനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. അല്ലാഹു തആല കള്ളനായ സഹോദരന് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.